കോതമംഗലം ഏരിയയിൽ അത്യാവശ്യം ഫേമസ് ആയ മാർലി ബേക്ക് ജംഗ്ഷൻ ബേക്കറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കോതമംഗലത്തുള്ള വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് വെൽ നോൺ ബേക്കറിയാണ്. ഏകദേശം ഒരു 1918 ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് 2018 മാർലീസ് ബേക്കറിയുടെ 100ാം പിറന്നാളാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്വാളിറ്റി തന്നെയാണ്. വേറെ ഒരുപാട് ബ്രാഞ്ചസ് ഒന്നുമില്ല, ഇവിടെയാണ് ആ കൂടിയുള്ള ഒരു ബ്രാഞ്ച് എനിക്കറിയാവുന്നത്. അപ്പോൾ മാർലീസ് ബേക്കറിയിലെ ഏറ്റവും കമൻറ്റബിൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാം റോളാണ്. അത് നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്, യുണീക്ക് ആയിട്ടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബേക്കറിയിലല്ല, അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുന്ന ഒരു കഫേ പോലെയുള്ള സെറ്റപ്പാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പം അടുത്തായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇവർ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബൺ ആൻഡ് ബ്രെഡ് മേക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബൺ ആൻഡ് ബ്രെഡ് ഐറ്റംസ് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഹിറ്റ് ആയിരിക്കാനാണ് സാധ്യത. ഇവിടെ KFC ടൈപ്പ് ഓഫ് ബോൺലെസ് സ്ട്രിപ്സ് അവൈലബിൾ ആണ്, പിന്നെ സബ്വേ ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചസ്, പിന്നെ അതുപോലെ തന്നെ റോൾസ്, ബർഗേഴ്സ്, പിസ്സാസ്, മോമോസ്, പിന്നെ ഡ്രിങ്ക്സിലാണെങ്കിൽ ഐസ്ക്രീം ഷേക്ക്, കോഫി ആൻഡ് ടീ, അതുപോലെ തന്നെ മൊയ്റ്റോസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നതിൽ ഒരു ഐറ്റം ക്രിസ്പി ചിക്കൻ പിസ്സയുടെ മീഡിയം ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ക്രിസ്പി ചിക്കൻ പിസ്സ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റി ഫ്ലേവർ, നല്ല ചീസി പിസ്സയാണ് ഇത്. അതുപോലെ തന്നെ ക്രിസ്പി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KFC ചിക്കൻ മാതിരിയുള്ള ഐറ്റമാണ്. അതാണ് ഈ മുകളിൽ മുറിച്ചിട്ടേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെജിറ്റബിൾസും ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കിടക്കുന്ന ആ ബ്ലാക്ക് ഫ്രൂട്ട്, അതായത് ഒലീവ്സ് അത്യാവശ്യം നല്ലൊരു ടാങ്കി ഫ്ലേവറും കൂടി അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊരു വെറൈറ്റിയാണ്. മൊത്തത്തിൽ എനിക്ക് സംഭവം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഓർഡർ ചെയ്ത് ചിക്കൻ ചീസ് മോമോസാണ്. അത് സ്റ്റീംഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ചീസ് മാത്രമേ കാണാനുള്ളൂ, ചിക്കൻ ചിലപ്പോൾ അരച്ച് ചേർത്തേക്കണാണോ എന്ന് അറിയത്തില്ല. ചിക്കൻ്റെ പീസസ് എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടവും പെട്ടില്ല. സാധാ മോമോസാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫില്ലിങ്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് മെയിൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസാണ്. ഈ വൈറ്റ് ഐറ്റം, നിങ്ങൾ കാണുന്ന ഈ വൈറ്റ് ഐറ്റം ചീസാണ്. അത് കൂടാതെ ചിക്കൻ ബൈറ്റ്സ് എനിക്ക് കിട്ടിയില്ല, അത് ചിലപ്പോൾ അത് മിൻസ് ചെയ്ത് ചേർത്തുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഐസ്ക്രീം ഷേക്സ് ആണ്. അതിൻ്റെ അകത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഷേക്കും ചോക്ലേറ്റ് ഐസ്ക്രീം ഷേക്കുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ഷേക്കാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് ടെൻഡർ കോക്കനട്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഡർ കോക്കനട്ട് ഷേക്കാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ രണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഓവറോൾ അത്യാവശ്യം നല്ലൊരു കഫേയാണ്. ഭയങ്കര അടിപൊളി എന്ന് പറയില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു കഫേയാണ്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ അത് ലെഫ്റ്റിലുള്ളതാണ് ബേക്കറി, നമ്മുടെ 100 years ഓൾഡ് ബേക്കറി. അതുപോലെ തന്നെ റൈറ്റിൽ കാണുന്നതാണ് അവർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ ബേക്കറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജാം റോളാണ്. അപ്പോൾ ജാം റോൾ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അത് തീർന്നു പോയായിരുന്നു. പിന്നെ ഇവരുടെ ബ്രെഡ് ആൻഡ് ബൺ ഐറ്റംസ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പിസ്സാസൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ബർഗേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഡെഫിനറ്റ് ആയിട്ട് അടിപൊളിയായിരിക്കും, കാരണം ഇവരുടെ ബൺ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവരുടെ വേറൊരു അട്രാക്റ്റീവ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക്സ് ആണ്. അതിൻ്റെ അകത്ത് ഗീ കേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ സ്വിസ് റോൾസും ക്രീം ബൺസൊക്കെ അവൈലബിൾ ആണ്, അതും അടിപൊളി തന്നെയാണ്. പിന്നെ നമ്മൾ വിട്ടുപോയ ഒരു ഐറ്റം കൂടിയുണ്ട്, ജാം റോൾ പോലെ തന്നെ ഇവിടുത്തെ ദിൽഖുഷ് ഭയങ്കര കിടിലാണ്, ഒരു പ്രീമിയം ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വഴി ഭൂത്തങ്കട്ടോ മൂന്നാറോ തട്ടേക്കാടോ ഒക്കെ പോവുകയാണെങ്കിൽ മാർലീസ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.